ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ 13-ാം അധ്യായം സുരത വൈശ്യന്മാർക്ക് വരത്തെ കൊടുക്കുന്നതാണ്. വരപ്രദാനം. 4 ശ്ലോകങ്ങളും ധ്യാന ശ്ലോകവും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 5 മുതലുള്ള ശ്ലോകങ്ങൾ എടുക്കാം. 10 വരെ 5 ശ്ലോകം എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. അഥ ശ്രീമദേവി മഹാത്മ്യേ 13-ാധ്യായഃ. ശ്ലോകം 5 മുതൽ. നമുക്ക് ഓരോ ശ്ലോകം എടുത്ത് വായിച്ചിട്ട് അർത്ഥം നോക്കാം. മാർക്കണ്ഡേയ ഉവാച. അതായത് ദേവി മാഹാത്മ്യം നമ്മളുടെ കഴിഞ്ഞ ഇതോടുകൂടി ഇനി മാർക്കണ്ഡേയ മഹർഷി, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് തുടങ്ങിയ, ജൈമിനി മഹർഷിയോട് മാർക്കണ്ഡേയ മഹർഷി കഥകൾ പറയുകയാണ്. ദേവി മഹാത്മ്യത്തിൻ്റെ കഥകൾ പറയുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് സുമേധസ് മഹർഷി സുരത രാജാവിനും വൈശ്യനും കൊടുത്ത കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അതൊക്കെ കേട്ടിട്ട് പിന്നീട് എന്തുണ്ടായി എന്ന് മാർക്കണ്ഡേയ മഹർഷി ജൈമിനി മഹർഷിയോട് പറയുന്നു. അതാണിവിടെ മാർക്കണ്ഡേയ ഉവാച. നമ്മളുടെ ദേവി മഹാത്മ്യം തുടങ്ങിയതും ഓം മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവസാനിക്കുമ്പോഴും മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയ മഹർഷി ആണ് അവസാനിപ്പിക്കുന്നത്. പിന്നെ എന്തുണ്ടായി എന്നാണ്. മാർക്കണ്ഡേയ ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഇതി തസ്യ വച ശ്രുത്വാ സുരഥസാം നരാധിപഃ പ്രണിപത്യ മഹാഭാഗം തം ഋഷീം സംസിതവ്രതം. ഇതി തസ്യ വചഃ ശ്രുത്വാ സുരഥഃ സ നരാധിപഃ പ്രണിപത്യ മഹാഭാഗം തം ഋഷി സംസിതവ്രതം. ഇത് ഇപ്രകാരം തസ്യ അവൻ്റെ, ആരുടെ, സുമേധസ് മഹർഷിയുടെ വചസ് വാക്കുകൾ ശ്രുത്വ കേട്ടിട്ട്, സുരഥൻ സ നരാധിപ, സുരഥൻ എന്ന നരന്മാരുടെ അധിപനായ രാജാവ്, നരാധിപൻ എന്ന് പറഞ്ഞാൽ രാജാവ്. അപ്പോൾ സുരഥൻ എന്ന രാജാവ് കഥകളെല്ലാം കേട്ടിട്ട് തം ഋഷിയും പ്രണിപത്യ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, പ്രണാമം ചെയ്തിട്ട്, തം ഋഷി, ആ ഋഷിയെ, ആ സുമേധസ് ഋഷിയെ നമസ്കരിച്ചിട്ട് സംസിതവ്രതം, ശിതം എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ളത്, സംസിതം എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള എന്ന് പറഞ്ഞാലോ വ്രതം കൊണ്ട് നല്ല കഠിനമായ വ്രതത്തെ ആചരിച്ചു എന്നർത്ഥം. ഇതി തസ്യ വചശ്രുത്വ, ഇപ്രകാരം സുമേധസ് മഹർഷിയുടെ വാക്കുകളെ കേട്ടിട്ട് സുരഥ രാജാവ് ആ ഋഷിയെ നമസ്കരിച്ചിട്ട്, അതായത് പുണ്യവാനായ മഹർഷിയെ നമസ്കരിച്ചിട്ട് വ്രതത്തെ ചെയ്തു, വ്രതം എടുത്തു, വ്രതം കൊണ്ട് മൂർച്ചയാക്കിയവൻ എന്ന് വ്രതൻ. സംസിതവ്രതൻ എന്ന് പറഞ്ഞാൽ വ്രതം കൊണ്ട് മൂർച്ചയാക്കിയവൻ. അപ്പം കഠിനമായ വ്രതത്തെ ആചരിച്ചു എന്നർത്ഥം. ഏകാഗ്രമായിട്ട്, മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആ മഹർഷിമാർ, ആ രാജാവ് ആ മഹർഷിയെ നമസ്കരിച്ചു എന്നർത്ഥം. എന്നിട്ട് വ്രതം തുടങ്ങി. ഇതി തസ്യ വചശ്രുത്വ സുരഥസ നരാധിപ പ്രണിപത്യ മഹാഭാഗം എന്ന് പറഞ്ഞാൽ വലിയ ഭാഗം അല്ലേ. അതെല്ലാം കേട്ട് കഴിഞ്ഞ്
ആ വലിയ ദേവിയുടെ ആ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ആ ഋഷിയെ നല്ല നമസ്കരിച്ചിട്ട് വ്രതം ആരംഭിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിൽ നിർവിണ്ണോതി മമത്വേന രാജ്യാപഹരണേന ച ജഗാമ സദ്യസ്തപസ്സേ സച വൈശ്യോ മഹാമുനെ. നിർവിണ്ണഹ, നിർവിണ്ണഹ എന്ന് പറഞ്ഞാലോ ദുഃഖിതൻ, എന്താ അതിന് പറയുക, വിഷണ്ണൻ, ദുഃഖം പ്രാപിച്ചവൻ, ദുഃഖിതൻ എന്നൊക്കെ അർത്ഥം. അതിമമത്വേന, അതിമമത്വം മമ എൻ്റെ എന്നുള്ള ആ മമത്വം കൊണ്ട് രാജ്യം അപഹരണേന, രാജ്യം അപഹരിക്കപ്പെട്ടവനും, ആ രാജ്യമൊക്കെ അപഹരിക്കപ്പെട്ടു, അതുപോലെ തന്നെ സ്വന്തക്കാരെല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ആ ദുഃഖിതനായ ആ രാജാവ് ജഗാമ, ജഗാമ എന്ന് പറഞ്ഞാൽ ഗമിച്ചു. എങ്ങോട്ട്? സദ്യ തപസ്സെ, തപസ്സിനായിക്കൊണ്ട് ഗമിച്ചു. സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പെട്ടെന്ന് തപസ്സിനായിക്കൊണ്ട് പോയി. സജ വൈശ്യോ, വൈശ്യനും, അപ്രകാരം വൈശ്യനും. അപ്പോൾ വൈശ്യനും സുരത രാജാവും ഈ കഥയെല്ലാം, സുമേധസ് മഹർഷി പറഞ്ഞ ഈ കഥയെല്ലാം കേട്ടിട്ട് മഹർഷിയെ നമസ്കരിച്ചതിന് ശേഷം അവർ തപസ്സിനായി കൊണ്ടുപോയി. സഹ്യപർവ്വതത്തിൻ്റെ താഴെയുള്ള ഒരു നദിയിലാണ് അവർ തപസ്സിനായിട്ട് കണ്ടെടുത്ത സ്ഥലം. അവിടെ പോയി അവർ തപസ്സാരംഭിച്ചു. തപസ്സേ, അല്ലയോ മഹാമുനെ, ഇവിടെ മഹാമുനെ എന്ന് പറയുന്നുണ്ട്. അല്ലയോ ജൈമിനി മഹർഷേ, ജൈമിനി മുനിയാണ്, ആ മുനിയോടാണ് പറയുന്നത്. അല്ലയോ മുനി, അവർ സുരത രാജാവും വൈശ്യനും ദുഃഖിതരായ അവർ, രാജ്യമൊക്കെ അപഹരിക്കപ്പെട്ട് ദുഃഖിതരായ അവർ പെട്ടെന്ന് തന്നെ തപസ്സിനായിക്കൊണ്ട് പുറപ്പെട്ടു. നിർവിണ്ണോതി മമത്വേന രാജ്യാപഹരണേന ച ജഗാമ സദ്യസ്തപസ്സേ സച വൈശ്യോ മഹാമുനെ. അടുത്ത ശ്ലോകം സന്ദർശനാർത്ഥമംബായാഹ നദീപുലിനമാസ്ഥിതഃ സച വൈശ്യസ്തപസ്തേപേ ദേവീ സൂക്തം പരം ജപന്. സന്ദർശനാർത്ഥം അംബായാഹ, അംബ എന്ന് പറഞ്ഞാൽ അമ്മ, അമ്മയെ സന്ദർശിക്കാനായിക്കൊണ്ട്, സന്ദർശിക്കാനായിക്കൊണ്ട് അംബായ, അമ്മയെ സന്ദർശിക്കാനായിക്കൊണ്ട് നദീപുലിനമാസ്ഥിതഃ, സഖ്യപർവ്വതത്തിൻ്റെ താഴെ ഉള്ള നദി പുലിനം എന്ന് പറഞ്ഞ തീരം, ആ നദിയുടെ തീരത്ത് അവർ എത്തിച്ചേർന്നു. ആസ്ഥിതഃ, അവിടെ ചെന്നെത്തി. സച വൈശ്യസ്തപസ്തേവേ, സച ആ വൈശ്യനും, തപഹ തേപേ, അതാണ് സ്തപസ്തേപേ എന്ന് വന്നത്. വൈശ്യഹ തപഹ തേപേ, തേപേ തപസ്സെന്നർത്ഥം. അപ്പോൾ വൈശ്യസ്തപസ്തേവ എന്ന് ഒന്നിച്ച്. ദേവീ സൂക്തം പരം ജപന്, ശ്രേഷ്ഠമായ ദേവീ സൂക്തത്തെ ജപിച്ചുകൊണ്ട്, ജപിച്ച് ആ ദേവീ സൂക്തത്തെ ജപിച്ചുകൊണ്ട് നദിയുടെ തീരത്ത് അവർ എത്തിച്ചേർന്നു. അമ്മയെ ദർശിക്കാനായി, ദേവിയെ പൂജിക്കാനായി അല്ലെങ്കിൽ കാണാനായി അവർ ആ സഖ്യപർവ്വതത്തിൻ്റെ താഴെയുള്ള നദിയുടെ തീരത്തെത്തി. അവിടെ ഇരുന്ന് ദേവീ സൂക്തം, ദേവിയുടെ ഓം, രണ്ട് മന്ത്രമാണ്, ഒന്ന് ശ്രീം എന്നും ഒന്ന് സാ എന്നും. ഓം ശ്രീ എന്ന് സുരതരാജാവ് ജപിക്കുമ്പോൾ വൈശ്യൻ ഓം സാ എന്ന് വയ്ക്കും. അപ്പം അങ്ങനെ രണ്ടുപേരും ദേവീ സൂക്തം ജപിച്ചുകൊണ്ട് ദേവിയെ ഭജിച്ചു, അവിടെ തപസ് ചെയ്തു എന്നർത്ഥം. സന്ദർശനാർത്ഥമംബായാഹ നദീപുലിനമാസ്ഥിതഃ സച വൈശ്യസ്തപസ്തേപേ ദേവീ സൂക്തം പരം ജപന്. പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. അടുത്ത ശ്ലോകം തൗ തസ്മിൻ പുലിനെ ദേവ്യാഹ കൃത്വാ മൂർത്തിം മഹീമയീം അർഹണാം ചക്രദുസ്തസ്യാഹ പുഷ്പധൂപാഗ്നിതർപ്പണൈः. എങ്ങനെയാണ് അവർ ദേവിയെ പൂജിച്ചതെന്നാണ് പറയുന്നത്. തൗ അവർ രണ്ടുപേരും, തസ്മിൻ അവിടെ, പുലിനെ ആ നദീതീരത്തിൽ, പുലിനം തീരം, അപ്പം അവർ രണ്ടുപേരും ആ തീരത്ത്
ദേവ്യാഹ ദേവിയുടെ മൂർത്തിയും കൃത്വ മൂർത്തിയെ ചെയ്തിട്ട്, മൂർത്തിയെ ഉണ്ടാക്കിയിട്ട്. എങ്ങനെ? മഹീമയി, മഹി എന്ന് പറഞ്ഞാൽ മണ്ണ്, മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ, കല്ലെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, മണ്ണുകൊണ്ട് ദേവിയുടെ മൂർത്തിയെ ഉണ്ടാക്കിയിട്ട് അർഹണാം ചക്രതുഹു, അർഹണ എന്ന് പറഞ്ഞാൽ പൂജ, പൂജയെ ചെയ്തു. തസ്യാഹ അവളുടെ പൂജയെ ചെയ്തു, ദേവിക്കായിക്കൊണ്ട് പൂജകളെ ചെയ്തു. അർഹണം പൂജയാണ്. എന്തൊക്കെ കൊണ്ടാണ് പൂജകളെ ചെയ്തേ? പുഷ്പ ധൂപ അഗ്നി തർപ്പണൈഹി. അപ്പം ജലം, ദീപം, ഗന്ധം തുടങ്ങിയവ കൊണ്ട്, പുഷ്പം തുടങ്ങിയവയെ കൊണ്ട് അവർ പൂജകളെ ചെയ്തു. തൗ തസ്മിൻ പുളിനെ ദേവ്യാഹ കൃത്വാമൂർത്തി മഹീമയീം അർഹണാം ചക്രദുസ്തസ്യാഹ പുഷ്പധൂപ അഗ്നി തർപ്പണൈഹി. പുഷ്പം ആകാശതത്വമാണ്. ആകാശത്തിൽ നിന്നാണ് ബാക്കി എല്ലാ പഞ്ചഭൂതങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ഇവിടെ പുഷ്പം ആദ്യം പറഞ്ഞത്. പുഷ്പം, ധൂപം, അഗ്നി ദീപമാണ്. അപ്പം ജലം, ദീപം, ഗന്ധം തുടങ്ങിയവ കൊണ്ട് പൂജിച്ചു. അടുത്ത ശ്ലോകം. നിരാഹാരൗ യഥാഹാരൗ തന്മനസ്കൗ സമാഹിതൗ ദദതുസ്തൗ ബലിം ചൈവ നിജഗാത്രാ സുഗുർക്ഷിതം. നിരാഹാരവും, നിരാഹാരം ആഹാരം ഉപേക്ഷിച്ച്, യഥാഹാരവും, യഥാഹാരം വളരെ ചുരുങ്ങിയ ആഹാരം കൊണ്ട്, കുറച്ച് കാലം കുറച്ച് ആഹാരം കഴിച്ച് പിന്നെ നിരാഹാരമായിട്ട് ഒട്ടും കഴിക്കാതെ, തന്മനസ്കവും ദേവിയിൽ തന്നെ മനസ്സിനെ സമാഹിതവും ദേവിയിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട്, ദദതു തൗ ബലിം, ദദതൗ എന്ന് പറഞ്ഞാൽ ചെയ്തു, തൗ ആ രണ്ടുപേരും, ബലിം, ബലി എന്ന് പറഞ്ഞാൽ ബലിയെ ചെയ്തു, ബലിയെ സമർപ്പിച്ചു. ചായേവ ബലിയെയും സമർപ്പിച്ചു എന്നാണ് ചായേവ, അതാണ് ചൈവയായി വന്നത്. ദദതുഹു തൗ ആണ് ദദതൗസ്തൗ എന്ന് വന്നത്. നിജഗാത്ര അസൃഗ് ഉക്ഷിതം, അതാണ് നിജഗാത്രാസൃഗുക്ഷിതം എന്ന് വന്നത്. ഗാത്രത്തിൽ നിന്ന്, ഗാത്രം ശരീരം, ശരീരത്തിൽ നിന്ന് സ്വന്തം നിജഗാത്രം സ്വന്തം ശരീരത്തിൽ നിന്ന് അസൃഗ് ഉക്ഷിതം രക്തത്തെ കൊണ്ട് നനച്ചിട്ട്, അസൃഗ് രക്തമാണ്, ഉക്ഷിതം എന്ന് പറഞ്ഞാൽ നനയ്ക്കുക, വെള്ളം ഇപ്പം നനയുന്നതിനെയാണ് പറയുന്നത്, ഉക്ഷിതം നനച്ചു എന്നുള്ള അർത്ഥം. അപ്പം ഇവിടെ നിജഗാത്ര അസൃഗ് ഉക്ഷിതം, നിജഗാത്രാസൃഗുക്ഷിതം എന്ന് വായിക്കണം. അപ്പം നിരാഹാരോ യഥാഹാരൗ തന്മനസ്കൗ സമാഹിതൗ ദദതുസ്തൗ ബലിം ചൈവ നിജഗാത്രാസൃഗുക്ഷിതം. അവർ വളരെ ചുരുങ്ങിയ ആഹാരം കഴിച്ച് ആദ്യമൊക്കെ, അത് കഴിഞ്ഞ് പിന്നെ ആഹാരമേ ഉപേക്ഷിച്ചു. എന്നിട്ട് മനസ്സിനെയെല്ലാം ഏകാഗ്രമായി ദേവിയിൽ തന്നെ ഉറപ്പിച്ചു വെച്ചിട്ട് ബലിയെയും ചെയ്തു. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ബലിയായി അർപ്പിച്ചുകൊണ്ട്, ഭൂതഗണങ്ങൾക്കൊക്കെ ബലിയെ അർപ്പിച്ചുകൊണ്ട് ദേവി, രജോഗുണ പ്രധാനമായ പൂജകളുണ്ട്. രജോഗുണ പ്രധാനം എന്ന് പറഞ്ഞാൽ ചിലർ പറയില്ലേ, എന്താ അതിന് പറയുന്നത്, അതായത് സമ്യക്കായി ശരീരബോധം വെടിഞ്ഞ് ചെയ്യുന്നതിനെയാണ് ഈ പൂജ എന്നൊക്കെ ശരിക്കും പറയുന്നത്. ചില എന്താ അതിന് പറയുന്നത്, അതിന് പേരുണ്ടല്ലോ, നല്ല ഇതല്ലാത്ത പൂജ, കഠിന പൂജയൊക്കെ ചെയ്യില്ലേ, ഒഴിപ്പിക്കൽ പരിപാടിയൊക്കെ, അങ്ങനെ ചെയ്യുന്ന ആ പൂജയാണ് ഇവിടെ. ബലി കൊടുത്തുകൊണ്ട്, പണ്ടൊക്കെ മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു പൂജകൾ ചെയ്തത് ദേവിയുടെ ഭൂതഗണങ്ങൾക്കുമൊക്കെ. അപ്പം അവരവരുടെ ശരീരത്തിൽ നിന്ന്
രക്തം ഒഴുക്കി ആ രക്തം കൊണ്ട് നനച്ച് ദേവിയുടെ ഭൂതങ്ങൾക്ക് ബലിയൊക്കെ കൊടുത്ത് അവർ ദേവിയെ സന്തോഷിപ്പിച്ചു. ദേവിക്ക് വേണ്ട പൂജകളെ ചെയ്തു. നിരാഹാരവും യഥാഹാരവും തന്മനസ്കവും സമാഹിതവും സമ്യക്കായി. ആഹിതം എന്ന് പറഞ്ഞാൽ മനസ്സ് ഉറപ്പിച്ച്. ദദതുസ്തൗ ബലിം ചെയ്വ നിജഗാത്രാസുഘോഷിതം. ഇനി അടുത്ത ശ്ലോകം. ഏവം സമാരാധയതോഹോ. ഇപ്രകാരം, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, സമാരാധയത സമ്യക്കായി ആരാധന ചെയ്തു രണ്ടു പേർക്ക്. ആ രണ്ടുപേരും ദേവിക്കായിക്കൊണ്ട് ആരാധനയെ ചെയ്തു. ത്രിഭിർ വർഷൈർ ആത്മനഃ. ഏകാഗ്ര മനസ്സോടുകൂടി 3 വർഷം അവർ ദേവിയെ പൂജിച്ചു. ഇങ്ങനെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ പരിതുഷ്ട ജഗദ്ധാത്രി, ജഗത്തിൻ്റെ മുഴുവൻ ധാത്രിയായ ആ ദേവി, ആ അമ്മ പരിതുഷ്ടയായി, നല്ല സന്തോഷവതിയായി. പ്രത്യക്ഷം ചണ്ഡിക പ്രത്യക്ഷം പ്രാഹ. ആ ദേവി പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു. പ്രാഹ എന്ന് പറഞ്ഞാൽ പറയുക. ആ ചണ്ഡികാദേവി പ്രത്യക്ഷപ്പെട്ടു 3 ദിവസം കഴിഞ്ഞപ്പോൾ, 3 വർഷം കഴിഞ്ഞപ്പോൾ. 3 ദിവസമല്ല കേട്ടോ, വർഷ. ത്രിപേർ വർഷയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏകാഗ്രമായിട്ട് അവർ 3 വർഷം പൂജ ചെയ്ത് കഴിഞ്ഞപ്പോൾ, തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേവി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇതൊന്നും കൂടി വായിച്ചിട്ട് മുഴുവൻ അർത്ഥമൊന്ന് പറയാം. മാർക്കണ്ഡേയ ഉവാച. ഇന്ന് 118 ദിവസത്തെ ക്ലാസ്സാണ്. മാർക്കണ്ഡേയ ഉവാച. ഇതി തസ്യ വച ശ്രുത്വാ സുരതസ നരാധിപഃ പ്രണിപത്യ മഹാഭാഗം തമർഷീം സംശിതവ്രതം. നിർവിണ്ണോതി മമത്വൻ്റെ രണ്ടിൻ്റെ കൂടെ ഒന്നിച്ചർത്ഥം. നിർവിണ്ണോതി മമത്വേന രാജ്യാപഹരണേന ച ജഗാമ സത്യസ്തപസേ സച വൈശ്യോ മഹാമുനേ. മഹർഷി പറഞ്ഞതെല്ലാം കേട്ട ശേഷം സുരത രാജാവ് പുണ്യവാനായ മഹർഷിയെ നമസ്കരിച്ചു. അതിമമത്വം കൊണ്ടും രാജ്യ അപഹരണം കൊണ്ടും അതിവിരക്ത മാനസരായിരുന്ന ആ സുരത രാജാവും വൈശ്യനും സഹ്യപർവ്വതത്തിൽ പോയി തപസ് ആരംഭിച്ചു. ഇനി സന്ദർശനാർത്ഥമംബായാഹ നദീപുളിനമാസ്ഥിതഃ സച വൈശ്യസ്തപസ്തേപേ ദേവി സൂക്തം പരം ജപന്. അമ്പയായ ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തുവാനുള്ള അത്യാകാംക്ഷയോടുകൂടി സഹ്യപർവ്വതത്തിലുണ്ടായിരുന്ന നദീ തീരത്തുള്ള മണൽത്തിട്ടയിൽ സുരതരാജാവും വൈശ്യനും തപസ് ആരംഭിച്ചു. അവർ ദേവി സൂക്തത്തെ മാത്രം ജപിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത്. അതായത് സുമേധസ് മഹർഷി അവർക്ക് ഏത് മന്ത്രമാണ് ജപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദേവിയുടെ ബീജാക്ഷരം ചൊല്ലാനാണ് പറഞ്ഞു കൊടുത്തത്. അത് പിന്നെ സുരത രാജാവ് ശ്രീം എന്നും ഓം ശ്രീം എന്നും വൈശ്യൻ ഓം സാ എന്നും ഈ 2 ബീജാക്ഷരം മാത്രം ഉച്ചരിച്ചു കൊണ്ടിരുന്നു. അടുത്തതിൽ തൗ തസ്മിൻ പുളിനേ ദേവ്യാഹ കൃത്വാമൂർത്തി മഹീമയീം അർഹണാം ചക്രദുസ്തസ്യാഹ പുഷ്പധൂപാഗ്നിതർപ്പണൈഃ. സുരതരാജാവും വൈശ്യനും മണൽത്തിട്ടയിൽ മണലും ചേർത്ത് ദേവിയുടെ പ്രതിമയുണ്ടാക്കി ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം എന്നിവകളാൽ പൂജിച്ചു. നിവേദ്യമൊന്നും പറയുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ എടുക്കണ്ട. കാരണം അവിടെ നിവേദ്യമൊക്കെ ഇല്ലാതെയും പൂജ നടത്താമല്ലോ. നിവേദ്യം ഉണ്ടാക്കാനൊക്കെ ഇതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതുകളെ പൂജയ്ക്ക് പുഷ്പം ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് പുഷ്പത്തെ ആദ്യമായിട്ട് പറഞ്ഞു. പിന്നെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ദേവിയെ എങ്ങനെ ഒരിടത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. പ്രതിമയുണ്ടാക്കി എങ്ങനെയാണ് പൂജിച്ചതെന്ന് നമുക്കൊക്കെ സംശയം തോന്നാം. പക്ഷേ ഏത് രീതിയിൽ, ഏത് രൂപത്തിൽ നമ്മൾ എവിടെ ഇരുന്ന് പൂജിച്ചാലും ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നല്ല വിശ്വാസമുള്ള
അല്ലെങ്കിൽ നല്ല ശ്രദ്ധയോടുകൂടി പൂജ ചെയ്താൽ ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്ന് നല്ല പൂജ ചെയ്യുന്നവർ പറയുന്നു. അപ്പം ആ പൂജാക്രമമൊക്കെ അറിയുന്നവരങ്ങനെ പറയും. അപ്പം അനുഭവവും അപ്രകാരം സുരതരാജാവും വൈശ്യനും ഉണ്ടാക്കിയ പ്രതിമകളിലേക്ക് ദേവിയെ ആവാഹിച്ച് അവർ ജലഗന്ധ പുഷ്പ ധൂപ ദീപ ങ്ങളാൽ പൂജിക്കുകയും ചെയ്തു. പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആകാശത്തിൽ മറ്റെല്ലാ ഭൂതങ്ങളും ലയിക്കുന്നു. ആകാശമാണ് പുഷ്പം, ആകാശ തത്വമാണ് പുഷ്പം. അപ്പോൾ പുഷ്പാഞ്ജലിയിൽ പഞ്ചഭൂതങ്ങളെല്ലാം ലയിക്കും. പരമാത്മാവിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടാകുന്നു. അപ്പം ജലത്തിൽ നിന്ന് ഭൂമിയും എന്നാണ് സൃഷ്ടിക്രമം. അപ്പം അതതിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്ത് അതെല്ലാം ലയിക്കുകയും ചെയ്യും. അതുകൊണ്ട് സുരത വൈശ്യന്മാർ പുഷ്പാഞ്ജലി കൊണ്ട്, പഞ്ചഭൂത അഞ്ജലിയാണ് ഈ പുഷ്പാഞ്ജലി കൊണ്ടാണ് ദേവിയെ പൂജിച്ചത്. ഒരു പ്രാവശ്യം കൂടി വേഗം വായിക്കാം. ഇവിടം വരെ ആദ്യം മുതൽ വായിച്ചേക്കാം. ചിലർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കുറച്ച് പേര് മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ, മനസ്സിലായില്ലായിരിക്കാം ശരിക്ക്. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ആ തായും ഇദ്ദായും ഇത്തായും ഒക്കെ ശ്രദ്ധിക്കുക. ധ്യാനത്തിൻ്റെ ഇദ്ദായാണ്, ധ്യാനമല്ല, ഇത്തായല്ല. ശ്രദ്ധിച്ച് കേട്ടിട്ട് ചൊല്ലിയിട. ഓം നമ ചണ്ഡികായൈ അഥ ദേവി മാഹാത്മ്യേ ത്രയോദശോധ്യായ സുരതവൈശ്യോവരപ്രധാനം ധ്യാനം. ഓം ബാലാർക്കമണ്ഡലാഭാസാം ചതുർബാഹും ത്രിലോചനാം പാശാങ്കുശവരാഭീതി ധാരയന്തീം ശിവാം ഭജേ. ശിവാം ചിലരൊക്കെ വിട്ടുകളഞ്ഞു. ശിവയെ എന്ന് വരണമെങ്കിൽ ശിവാം എന്ന് വരണം. ഓം ഋഷിരുവാച ഏതത്തെ കഥിതം ഭൂവ. ഏതത് തേ ആണ് ഏതത്തെ എന്ന് വന്നത്. ദേവി മാഹാത്മ്യമുത്തമം ഏവം പ്രഭാവാ സാ ദേവി യയേദം ധാര്യത്തെ ജഗത്. അതായത് ഒരു എന്താ പറയുക, സാ യഥാ പ്രിയതേ പുംസാം തേ സർവേ വിഗതജ്വരാഹ വിദ്യാ തഥൈവ ക്രിയതേ ഭഗവദ് വിഷ്ണുമായയാ തയാ ത്വമേഷ വൈശ്യശ്ച തഥൈവാന്യേ വിവേകിനഃ മോഹ്യന്തേ മോഹിതാശ്ചൈവ മോഹമേഷ്യന്തി ചാപരേ താമുപൈഹി മഹാരാജ ശരണം പരമേശ്വരീം ആരാധിതാ സൈവ നൃണാം ഭോഗസ്വർഗാപവർഗതാം. മാർക്കണ്ഡേയ ഉവാച. നമ്മൾ തുടങ്ങുമ്പം അധ്യായം തുടങ്ങിയപ്പം ഓം മാർക്കണ്ഡേയ ഉവാച എന്നാണ് തുടങ്ങിയത്. അങ്ങനെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതി തസ്യ വചശ്രുത്വാ സുരതസ നരാധിപഃ പ്രണിപത്യ മഹാഭാഗം തം ഋഷീം സംസിതവ്രതം നിർവിണ്ണോതി മമത്വേന രാജ്യാപഹരണേന ച ജഗാമ സദ്യസ്തപസേ സ ച വൈശ്യോ മഹാമുനേ സന്ദർശനാർത്ഥമംബായാഃ നദീപുളിനമാസ്ഥിതഃ സ ച വൈശ്യസ്തവസ്തേവേ ദേവീ സൂക്തം പരം ജപന്ന തൗ തസ്മിൻ പുളിനെ ദേവ്യാഃ കൃത്വാ മൂർത്തിം മഹീമയീം അർഹണാം ചക്രദുസ്തസ്യാഃ പുഷ്പധൂപാഗ്നിതർപ്പണൈഃ നിരാഹാരൗ യഥാഹാരൗ തന്മനസ്കൗ സമാഹിതൗ ദദതുസ്തൗ ബലിം ചൈവ നിജഗാത്രാ സുഘോഷിതം. ഏവം സമാരാധയതോഃ ത്രിഭിർവർഷൈര്യതാത്മനോഃ പരിതുഷ്ടാ ജഗദ്ധാത്രീ പ്രത്യക്ഷം പ്രാഹചണ്ഡികാം. ഓം സകലം ശ്രീദേവ്യാർപ്പണമസ്തു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ.